ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി ദിവസമായി കണ്ടിട്ട് എൻ്റെ ചാനൽ അപ്പോൾ എല്ലാവരും മറന്നു ആണെന്ന് ഓർക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ സനിത. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്സും ഹെയർ കെയർ ടിപ്സൊക്കെയാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ബി ബി ക്രീമിന് പകരം അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ പകരം ഈ ബി ബി ക്രീം, സിസി ക്രീം, ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതാണ് പൗഡർ, എല്ലാവരും കണ്ടു കാണും. സ്പിൻസിൻ്റെ ബി ബി ടാൾക്കാണിത്, അതായത് ബ്രൈറ്റനിങ് ആൻഡ് ബ്യൂട്ടി ഫേസ് ടാൾക്ക്. ഇത് ഇവർ പറയുന്ന ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും, അതുപോലെ തന്നെ സ്പോട്ട് കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ അവരൊരു ഡെമോ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടല്ലോ, സ്പോട്ടും ബ്ലെമിഷസ് ഒക്കെ കവർ ചെയ്ത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനിത് 50 ഗ്രാമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 45 രൂപയാണ്. അപ്പം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ടാൾക്കാണിത്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂസ് പറയാം. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസറിന് പകരം അലോവേര ജെല്ലായാലും മതി. അപ്പോൾ ഏത് അലോവേര ജെല്ലാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാൻ ബഞ്ചാറാസിൻ്റെ ആണ്. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടി വിട്ടേക്കാം. അതിനുശേഷം നമ്മുടെ ടാൽക്കം പൗഡർ എടുക്കാം. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. കണ്ടല്ലോ, ഒരു പിങ്കിഷ് നിറമാണ് ഈ ഒരു ടാൽക്കം പൗഡറിന്. അത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്തോരമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ സ്പോഞ്ച് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം, ഞാനിപ്പോൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടാൽക്കം പൗഡർ മറ്റ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ ടാൽക്കം പൗഡർ മാത്രം ഇടാൻ ഇഷ്ടമുള്ളവർക്കും, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാത്തവർക്കും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ മോയ്സ്ചറൈസറും ഈ ഒരു ഇട്ടിട്ട് അതൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പം ഈ ഒരു പൗഡർ ഇട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇനി രണ്ടാമത്തെ യൂസ് എന്താണെന്ന് നോക്കാം. അടുത്ത യൂസ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് പൗഡർ ഒരു അപ്പോൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ നമുക്ക് ബോഡി ലോഷൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സൺഷെയ്ഡിൻ്റെ സൺസ്ക്രീൻ ലോഷനാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ക്രീം യൂസ് ചെയ്യാം. അത് തുറന്നപ്പോഴേ ഇത്രയും ചാടി വന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ നമ്മുടെ പൗഡറിലേക്ക് നമുക്ക് വേണ്ട അത്രയും, നമുക്ക് എന്തോരം വേണോ അത്രയും ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ക്രീമിൻ്റെ ഒരു നിറം മാറി വരുന്നുണ്ട്, ആ പൗഡറിൻ്റെ ഒരു കളറായി വരുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് BB ക്രീം ഒന്നും നമുക്ക് പുറകെ പോയി അപ്പം നമുക്ക് BB ക്രീം ഒന്നും കടയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഈ ഒരു സ്പിൻസിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി ലോഷനോ എന്തെങ്കിലും ഇതുപോലെ ക്രീമി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി BB ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, ഇതുപോലൊരു ഫോമിൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇത് ഇനി നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ
ഇങ്ങനെ നമ്മൾ ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്യുക. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ലോഷന് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ കൈയും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതൊരു BB ക്രീം അല്ലെങ്കിൽ CC ക്രീം നമുക്ക് തരുന്ന എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു കൂട്ടിൽ നിന്ന് തരുന്നത്. അപ്പോൾ BB ക്രീം നമുക്ക് BB ക്രീം ഇനി കടയിൽ പോയി മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് സ്പിൻസിൻ്റെ ടാൾക്കാണ്. അപ്പം നമ്മൾ ഈ മൂന്നാമത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസീലറാണ്. അപ്പോൾ കൺസീലർ നമ്മൾ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്നത്, അതായത് BB ക്രീമാണോ അതോ ഫൗണ്ടേഷനാണോ, ഏതാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഫൗണ്ടേഷനോ BB ക്രീമോ ഏതെങ്കിലും എടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ്. ഡാസറിൻ്റെ ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെടുക്കാം. നമ്മുടെ ഈ ഒരു പൗഡറിലേക്ക് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് കൺസീലറൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു കൺസീലർ. അപ്പം എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൺസീലർ ആയിരിക്കും. അപ്പം ഈ ഫൗണ്ടേഷനും ഈ പൗഡറുമായിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് കയ്യിൽ അപ്ലൈ ചെയ്താൽ എത്രത്തോളം മനസ്സിലാകും എന്നെനിക്കറിയില്ല. അപ്പം നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൗഡറാണ്. അപ്പം എല്ലാവരും ഈ ടിപ്സ് യൂസ് ചെയ്ത് നോക്കും. ഈ 3 ടിപ്സും യൂസ് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ ടാറ്റാ.